പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം തുടർന്ന് നമുക്ക് ധ്യാനിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത്. അയൽക്കാരൻ്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത്. ഇവിടെ വലിയ ഒരു മോഹപാപത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന് ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുന്ന വലിയൊരു തിന്മയാണ് മോഹം, ദുർമോഹങ്ങൾ. യാക്കോബ് 1:13. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ദുർമോഹങ്ങളും ദുരാശകളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തകർക്കുന്നു, നശിപ്പിക്കുന്നു. ഇതുകൊണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ പോലും ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്: അയൽക്കാരൻ്റെ ഭവനം നീ മോഹിക്കരുത്. നീ അയൽക്കാരൻ്റെ ഭവനത്തെ മോഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഭവനം നിൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ടുള്ള ഒരു ദുരാഗ്രഹം നിൻ്റെ ഉള്ളിൽ കടന്നുകൂടും. അപ്പോൾ അത് സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിലുള്ള കെണികൾ ഒപ്പിക്കാമോ അതെല്ലാം ചിലപ്പം ഒരുപക്ഷെ ഒപ്പിച്ചെന്നിരിക്കും. ഈ കെണികളിൽ വിജയം വരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ട് നെട്ടോട്ടമോടുമ്പോൾ ഒരുപക്ഷെ ഞാൻ നാശത്തിലേക്കായിരിക്കും പോയി വീഴുന്നത്. അത് വലിയൊരു തകർച്ചയിലേക്കായിരിക്കും പോയി വീഴുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്: നീ അയൽക്കാരൻ്റെ ഭവനത്തെ മോഹിക്കേണ്ട. ആ മോഹമുള്ളിലങ്ങ് കൂടി അത് കിട്ടാതെ വന്നു കഴിയുമ്പോൾ അതിലും വലിയൊരു ഭവനം പണിയുവാൻ വേണ്ടിയിട്ടുള്ളൊരു മോഹം നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കും. അയൽക്കാരൻ ഈ കാലഘട്ടത്തിൽ 25 ലക്ഷം രൂപയുടെ വീടാണ് വെച്ചതെങ്കിൽ, അല്ലെങ്കിൽ 30 ലക്ഷം രൂപയുടെ വീട് വെച്ചു. ഈ കാലഘട്ടത്തിൽ 30 ലക്ഷം രൂപയുടെ വീട് വെച്ച അയൽക്കാരൻ്റെ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ ദുർമോഹമുള്ളിൽ ഉടലെടുത്തപ്പോൾ മറ്റൊരു വീട് പണിയണം, അതിലും നല്ലൊരു വീട് പണിയണം എന്നുള്ളൊരു ദുർമോഹം ഈ മോഹിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലുണ്ടായാൽ ആ വ്യക്തി ഇവിടെ 30 എങ്കിൽ 50 വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കും. ഒരുപക്ഷെ 50 കയ്യിലില്ല, 50 ലക്ഷം ഇല്ല. ഈ 50 ലക്ഷം ഉണ്ടാക്കി വീട് പണിയുവാൻ വേണ്ടിയിട്ട് ഉള്ള നെട്ടോട്ടം ഓടുവാൻ തുടങ്ങും. അവസാനം ബാങ്കിൽ പോയി ലോൺ എടുക്കും. ബാങ്കുകാർ ലോൺ തരും. ലോൺ എടുത്ത് വീട് വെക്കും. വീട് വെച്ച് കഴിയുമ്പോഴായിരിക്കും വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗതികേട് കെണികൾ വരുന്നത്. ലോൺ അടയ്ക്കാൻ സാധിക്കാതെ വരും. അവസാനം ആ വ്യക്തി ആത്മഹത്യയിലേക്ക് പോകും. അതല്ല എങ്കിൽ ബാങ്കുകാർ വന്ന് ലോൺ അടയ്ക്കാത്തതിൻ്റെ പേരിൽ ബാങ്ക് സ്ഥലവും വീടും ജപ്തി ചെയ്യും. എവിടുന്നാണ്? മോഹപാപത്തിൽ നിന്നുണ്ടായതാണ്. അവസാനം ആത്മഹത്യ ചെല്ലുന്നു. ഉള്ള കിടപ്പാടവും കൂടി നഷ്ടപ്പെട്ടു പോകുന്നു. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. എത്രയോ വാസ്തവമാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചാൽ ഈ വചനം. ഈ വചനത്തിൽ അനുസൃതമായ ജീവിതം നയിക്കാതെ കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പല വ്യക്തികളുടെയും ആത്മഹത്യയുടെ മേഖലയെപ്പറ്റി നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മോഹം ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അവസാനം അവർ മരണത്തിൻ്റെ കെണിയിലേക്ക് പോയി വീഴുന്നതായിട്ടും
നാശത്തിൻ്റെ മേഖലയിലേക്ക് പോയി വീഴുന്നതായിട്ടും ഉള്ള കടപ്പാടം ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ട് പോയതായിട്ടും ഒക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ സാധിക്കും. മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തു പോകും. പഠിപ്പിയിലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അവസാനം അവർക്ക് എന്തെങ്കിലും ഒരു ഗതികേട് സംഭവിച്ച് തിരിച്ചു വരേണ്ടതായിട്ട് വന്നു കഴിയുമ്പോൾ ഉള്ള കടപ്പാടും കൂടി ബാങ്കുകാർ കൊണ്ടുപോകും. എല്ലാവരും വിദേശത്ത് പോകുന്നു, വിദേശത്ത് പോയി പഠിക്കുന്നു, UK പോയി പഠിക്കുന്നു, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നു, ജർമ്മനിയാകാം, അതല്ല എങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് പോയി വിദേശ രാജ്യങ്ങളിൽ പോയി മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടി വിടും. എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് എവിടെയെങ്കിലും നല്ലൊരു ജോലി കിട്ടി 10 കാശുണ്ടാക്കണമെന്നാണ് മാതാപിതാക്കളുടെയും ആഗ്രഹം, കുട്ടികളുടെയും ആഗ്രഹം. കാരണം കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ വിദേശത്ത് പോയി പഠിച്ച് അവർ നല്ല നിലയിൽ സാമ്പത്തികമായിട്ട് ഉയർന്നു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും പോയി പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ആയിരിക്കാൻ പോകുന്നു. പക്ഷേ ചിലരൊക്കെ ലോണൊക്കെ എടുത്ത് പോയി പഠിച്ച അവസാനം ലോണും അടയ്ക്കാൻ പറ്റാതെ ജോലിയും കിട്ടാതെ ഏതെങ്കിലും ഗതികേട് ചെന്ന് ചാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ദുർമോഹം, ആ മോഹത്തിൻ്റെ പരിണിതഫലമായിട്ട് കുടുംബം നാശത്തിലേക്ക് പോകുന്നതായിട്ട് പ്രിയ സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ പറ്റും. അതുകൊണ്ടാണ് ഭവനം മോഹിക്കേണ്ട, അതുപോലെ അയൽക്കാരൻ്റെ ഭാര്യ, അത് കൽപ്പപ്രമാണത്തിലുള്ളത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്ന്. അതുപോലെ തന്നെ അവൻ്റെ ഭാര്യ അല്ലെങ്കിൽ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയോ അതിൻ്റെ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ അവൻ്റെ സമ്പത്താകാം, അവൻ്റെ പറമ്പാകാം, സമ്പത്താകാം, അവൻ്റെ ജോലിയാകാം, അതിൻ്റെ ബിസിനസ്സാകാം, ഇതൊന്നും മോഹിക്കണ്ട എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ തരത്തിലുള്ള ഏതെങ്കിലും മോഹങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അതവസാനം ദുർമോഹമായി മാറ്റപ്പെടുമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. എന്നാൽ ദൈവതിരുസന്നിധിയിൽ നാം ഓരോരുത്തരും കാത്തിരുന്നാൽ നമ്മുടെ മുമ്പിൽ ദൈവം സ്വർഗം തുറന്ന് അനുഗ്രഹം വർഷിച്ച് നമ്മളെ വളർത്തുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. ആയതിനാൽ അയൽവാസിയുടെ ഭവനത്തെയോ സമ്പത്തിനെയോ മോഹിക്കുന്ന വ്യക്തി അത് ഉപേക്ഷിച്ച് കർത്താവിൽ ശരണപ്പെടുക. ദൈവം സ്വർഗം തുറന്ന് നമ്മളെ അനുഗ്രഹിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലരുടെ ഭവനങ്ങൾ കാണുമ്പോൾ മോഹം തോന്നാറുണ്ട്. ആഭരണം, വസ്ത്രം, ജീവിതാവസ്ഥ, സമ്പത്ത്, സൗഭാഗ്യം, ജോലി, ഇതെല്ലാം കാണുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ഓരോരുത്തർക്കും പലതരത്തിലുള്ള മോഹങ്ങളും ഉണ്ടാകാറുണ്ട്. കർത്താവായ ഈശോയെ, ഞങ്ങളിൽ കുടികൊള്ളുന്ന എല്ലാവിധ ദുർമോഹങ്ങളും ദുരാശകളും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി അങ്ങിൽ ശരണപ്പെട്ട് അങ്ങിൽ പ്രത്യാശ വെച്ച് ജീവിക്കാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.